ഇതൊക്കെ ഐതിഹാസികമാണെന്നൊക്കെ പറഞ്ഞാലും ഇതൊക്കെ ശരിക്കും ഐതിഹാസികമാണോ? ആണ്, തീർച്ചയായിട്ടും ആണ്. അതായത് ഇപ്പോൾ ഇവിടെ തന്നെ ചില വിമർശനങ്ങൾ ഉന്നയിച്ചു. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മുടെ സ്ത്രീകൾക്ക് വേണ്ടി എന്ത് ചെയ്തു, എല്ലാ ജില്ലകളിലും ഗേൾസ് ഹോസ്റ്റൽ വരുന്നു. ഇപ്പോൾ ഷീ എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് പറഞ്ഞു. നേരത്തെ വേറൊരു കാര്യം പറഞ്ഞു, അതായത് ഇപ്പോൾ AI കാലത്ത് എന്ത് ചെയ്യും, 15,000 സ്കൂളുകളിലും 500 കോളേജുകളിലും കണ്ടന്റ് ക്രിയേഷൻ ലാബുകൾ ഉണ്ടാക്കുകയാണ്. ഇത് നമ്മൾ ഓർക്കണം, കഴിഞ്ഞ വർഷം വേവ്സ് എന്ന് പറഞ്ഞ് മുംബൈയിലെ ഒരു വലിയ സമ്മിറ്റ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രി നടത്തിയിരുന്നു. അതിൻ്റെ തുടർച്ചയാണിത്. അപ്പോൾ ഇതിന് തുടർച്ചയുണ്ടോ എന്ന് ചോദിക്കും. ഇനിയിപ്പോൾ തുടർച്ചയുടെ കാര്യം പറഞ്ഞാൽ, നേരത്തെ നമ്മുടെ കോൺഗ്രസ് നേതാവ് KC വേണുഗോപാലിൻ്റെ ബൈറ്റ് കണ്ടു. അപ്പോൾ അതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ഈ നാളികേര സംസ്കരണത്തിന് അല്ലെങ്കിൽ നാളികേര കർഷകരെ സംരക്ഷിക്കുന്നതിനുള്ള പദ്ധതിയൊക്കെ എപ്പോഴോ തുടങ്ങിയതെന്ന് പറയുന്നുണ്ട്. ആ പദ്ധതി കേരളത്തിൽ ഇപ്പോൾ ഫലപ്രദമായോ? ഫലപ്രദമാകാത്തതുകൊണ്ടാണ് പുതിയ പദ്ധതി കൊണ്ടുവരേണ്ടി വന്നത്. അത് മാറി മാറി സർക്കാരുകൾ വരുമ്പോൾ ഇതിനകത്തൊക്കെയുള്ള പദ്ധതികൾ പുതുക്കി കൊണ്ടുവരികയും ഒക്കെ ചെയ്യേണ്ടി വരും. ഇതിനൊരു തുടർച്ചയായിട്ടും കൂടെ കാണാവുന്നതാണ്. ഇപ്പോൾ കോൺഗ്രസ് കൊണ്ടുവന്ന പല പദ്ധതികൾ ഇപ്പോൾ നടപ്പാക്കുന്നില്ല, തുടരുന്നില്ലേ. അപ്പോൾ അതിൽ ചില കാലികമായ മാറ്റങ്ങൾ, ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതിയിൽ മാറ്റം വന്നപ്പോൾ കേരളത്തിൽ ചിലപ്പോൾ അതിനകത്ത് ഡിസഡ്വാൻറ്റേജസ് ആയിട്ടുള്ള ചില ഭാഗങ്ങൾ ഉണ്ടാവാം. അപ്പോൾ കേരളത്തിൻ്റെ മറ്റൊരു സാഹചര്യം നമ്മൾ ആലോചിക്കണം. കേരളം നേരത്തെ അതിദാരിദ്ര്യ വിമുക്ത സംസ്ഥാനം എന്നുള്ള നിലയിലേക്ക് സംസ്ഥാനം മാറി. അപ്പോൾ അങ്ങനെ കാലികമായിട്ടുള്ള പരിഷ്കാരങ്ങൾ വരുമ്പോൾ നമുക്ക് തിരിച്ചടികൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ചെയ്യേണ്ടത് അത് കേന്ദ്ര സർക്കാരിനെ ശ്രദ്ധയിൽപ്പെടുത്തുക. അത് സംസ്ഥാന സർക്കാരിന് ബാധകമാണ്. ഏത് അധികാര കേന്ദ്രത്തിൻ്റെ ആയാലും മുന്നിൽ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ളതാണ്. നേരത്തെ ഇവിടെ തന്നെ സൂചിപ്പിച്ചു, നമ്മുടെ MP-മാർ, ഒരു വാചകം കൂടെ, നമ്മുടെ MP-മാർ ഇത് വേണ്ട വിധം ചെയ്യുന്നില്ല എന്നുള്ള വാദം ഇവിടെ തന്നെ ഉയർന്നു കഴിഞ്ഞു. അപ്പോൾ ഈ രീതിയിൽ ചോദ്യവും ഉത്തരവും ഇവിടെ കേരളത്തിനകത്ത് തന്നെയുണ്ട്. ഇത് വികസനത്തിന്റെ പാതയിലേക്ക് കേരളം പോകാതെ ആകുന്ന സാഹചര്യമാണ്. മറ്റൊന്നുകൂടെ, ഈ ശ്രീധരന്റെ പദ്ധതിയെക്കുറിച്ച് അതും അദ്ദേഹം ഇപ്പോൾ പറഞ്ഞു കണ്ടു. അതായത് കേന്ദ്ര മന്ത്രിയുമായിട്ട് സംസാരിച്ചു, അപ്പോൾ DPR വേണമെന്ന് പറഞ്ഞു. ഈ ബഡ്ജറ്റിൽ ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നത് കേട്ടു. നമ്മൾ അതിനു തന്നെ പറഞ്ഞത് ഈ ശ്രീധരനെ ഒഴിവാക്കിയില്ല എന്നുള്ളതാണ്. ഇത്തരം പദ്ധതികൾക്ക് അതിൻ്റെതായ സമയമെടുക്കും. നമ്മളിപ്പോൾ ബഡ്ജറ്റ് എന്നുള്ള രേഖ വന്നു, ആ രേഖയിൽ എല്ലാം ഉൾപ്പെടുത്തപ്പെടണം. എൻ്റെ ഒരു ലളിതമായ ചോദ്യം നോക്കൂ, കേരളത്തിൽ നിന്ന് ചോദ്യമുണ്ട്. കേരളത്തിൽ നിന്ന് ഒരു MP ഉണ്ട്, നമുക്ക് പേര് സുരേഷ് ഗോപി. ലോക്സഭയിലാണ് നമ്മളിവിടെ തെരഞ്ഞെടുത്ത് അയച്ചതുവാ, വലിയ ഭൂരിപക്ഷവും കൊടുത്തതാ. ആ മനുഷ്യന് പിന്നെ എന്തോ പണി? ഈ ഒരു MP-യും 19 MP-യും 20 MP-യും ഒക്കെ ചേർന്നാണ് കേരളത്തിൽ ലോക്സഭ. ആയിക്കോട്ടെ, 19 MP ശരി, 19 MP ചെയ്തില്ല. പക്ഷേ 19 MP-യും ആലപ്പുഴയിൽ എയിംസ് വരുമെന്ന് പറഞ്ഞില്ല. KC വേണുഗോപാലിന് വേണമെങ്കിൽ പാടി നടക്കായിരുന്നു. ആലപ്പുഴ വരും അദ്ദേഹവും വിചാരിച്ചു. കേന്ദ്ര സഹമന്ത്രിയല്ലേ പറയുന്നത്, നടക്കുമായിരിക്കും എന്ന് വിചാരിച്ചു. അദ്ദേഹം MP മാത്രമല്ല, കേന്ദ്ര സഹമന്ത്രി കൂടിയാണ്. ഞാൻ പറയാം, ഞാൻ ഇപ്പോഴും എയിംസ് വരില്ല എന്ന് സുരേഷ് ഗോപി പറഞ്ഞിട്ടില്ല. സുരേഷ് ഗോപി ഈ ബഡ്ജറ്റ് പറഞ്ഞിട്ടില്ല. സുരേഷ് ഗോപി ഈ ബഡ്ജറ്റിൽ വരുമെന്നും പറഞ്ഞിട്ടില്ല. എയിംസ് വരും, എയിംസ് സ്ഥാപിക്കണം, ഇതേക്കുറിച്ചാണ് ചർച്ച നടക്കുന്നത്. 13 വർഷമായി എന്നതൊക്കെ ഉള്ളത് മാധ്യമപ്രവർത്തകരുടെയോ അല്ലെങ്കിൽ BJP എതിർക്കുന്ന രാഷ്ട്രീയക്കാരുടെയോ വാദമാണ്. അവരതിൽ പ്രതീക്ഷിച്ചു, അതിലുണ്ടായില്ല. ആ നിരാശയ്ക്ക് അർത്ഥമുണ്ട് താനും. പക്ഷേ അതിനർത്ഥം എയിംസ് കേരളത്തിൽ വരില്ല എന്നോ ഈ പദ്ധതികളൊക്കെ ഇല്ലാതാകുമെന്നോ അല്ല. അതേ നേരത്തെ ശ്രീധരന്റെ പദ്ധതിയുടെ കാര്യത്തിൽ എയിംസിൽ പോയിട്ട് പ്രസവിക്കാനിരുന്ന യുവതി ഇപ്പൊ പ്രസവം നിർത്തുന്ന അവസ്ഥയിലായി. അല്ല, ഇത് 14 വർഷമായി ശ്രീരാജ് പിതാ. അതുപോലെ തന്നെ വേറൊരു കാര്യം, ഇതിനകത്ത് ഇപ്പൊ കടലാമ സംരക്ഷണത്തെ കുറിച്ചൊക്കെ വളരെ പരിഹാസമുണ്ട്. അങ്ങനെയല്ല, അത് പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പദ്ധതിയാണ്, വളരെ ഗൗരവത്തോടെ കാണേണ്ട പദ്ധതിയാണ്. അത് മറ്റു 4 സംസ്ഥാനങ്ങൾ അങ്ങനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ സംസ്ഥാനങ്ങൾ അത് ഏറ്റെടുക്കും, നമ്മൾ ഇതിനെ പരിഹസിക്കും. ഇതാണ് എപ്പോഴും സംഭവിക്കുന്നത്. അല്ല, അതിന്റെ ചോദ്യം ഇതാണ്, കേരളം പോലെ ഇത്രയും തിരക്കുള്ള ഒരു സംസ്ഥാനത്ത് അതിവേഗ റെയിൽ പ്രോജക്റ്റിന് അപേക്ഷ കൊടുത്തിട്ട് കടലാമ സംരക്ഷണത്തിലുള്ള പദ്ധതിയായിട്ട് തരുമ്പോൾ നമ്മളെ പരിഹസിക്കുകയാണെന്ന് സംശയിക്കൂലേ? അത് എന്തുകൊണ്ടാണ്? നിർദ്ദേശങ്ങൾ തരുന്ന പദ്ധതികൾ മാത്രമേ ഉള്ളാവുന്നില്ലല്ലോ, വേറെ പദ്ധതികൾ വരാലോ. നിർദ്ദേശങ്ങൾ സംസ്ഥാന സർക്കാർ നൽകുന്ന നിർദ്ദേശങ്ങൾ മാത്രമേ കേന്ദ്ര ബഡ്ജറ്റിൽ ഉൾപ്പെടുത്താൻ പാടുള്ളൂ എന്നില്ല. രാജുപിതാർ ചോദിച്ചു മനസ്സിലായോ? ഒരു ഭാഗത്ത് ആഴക്കടൽ മത്സ്യബന്ധനം നടത്തിയ ഉള്ളതെല്ലാം അടിച്ചുകൊണ്ട് പോയിട്ട് പിന്നെ കടലാമ സംരക്ഷണം നടത്തിയിട്ട് വല്ല കാര്യമുണ്ടോ? അല്ല, ഈ അടിച്ചു കൊണ്ടുപോകലിനെ കുറിച്ചുള്ള ഒരു ചരിത്രം ഉള്ളതുകൊണ്ടാണ് ചിന്തിക്കുന്നത്. ആ സംശയം ഫെഡറലിസത്തിന്റെ അടിസ്ഥാനപരമായ ഒരു പ്രമാണം തന്നെ സംസ്ഥാന ഗവൺമെന്റുകളുടെ നിർദ്ദേശങ്ങൾ പരിഗണിക്കപ്പെടണം എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ആ നിലപാടിന് ഒരിക്കലും നമുക്ക് യോജിക്കാൻ കഴിയുന്ന നിലപാടോട് യോജിക്കാൻ ഞാൻ അംഗീകരിക്കേണ്ട ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ മാത്രമേ കേന്ദ്ര ബഡ്ജറ്റിൽ ഉൾപ്പെടുത്താവൂ. ഒരേ സമയം 2 വാദം അങ്ങ് ഉയർത്തുകയാണ്. ഒന്ന് ശ്രദ്ധയപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ളത്. അടുത്ത അതേ വാക്കുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, ഇത് പറയുന്നതെല്ലാം കേൾക്കാൻ അവിടെ ആർക്കും പറ്റില്ല. നെഗറ്റീവായിട്ടല്ല പറഞ്ഞത്. കേന്ദ്ര സർക്കാരിന്റെ ബഡ്ജറ്റ് ഉണ്ടാക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. സംസ്ഥാനത്തിന് നിർദ്ദേശങ്ങൾ പരിഗണിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ സംസ്ഥാനങ്ങളുടെ നിർദ്ദേശമായിട്ട് വരാത്തതും അതേസമയം സംസ്ഥാനത്തിന് ഗുണകരമാകുന്നതുമായ പദ്ധതി ഉൾപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം കേന്ദ്ര സർക്കാരിനുണ്ട്. ഈ കടലാമ സംരക്ഷണം എന്ന് പറയുന്നത് ഒന്നിലേറെ സംസ്ഥാനങ്ങളെ ബാധിക്കുന്ന പദ്ധതിയാണ്. അതുകൊണ്ട് കേന്ദ്ര സർക്കാർ ഉൾപ്പെടുത്തുക. കടലാമയുടെ പേരിലെങ്കിലും കേരളത്തെ ഓർത്ത കാര്യമായി നല്ല കാര്യമാണ്. കടലാമയുടെ പേരിലെങ്കിലും കേരളത്തെ ഓർത്തല്ലോ.
മാത്രമല്ല ഞാൻ മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ? കടലാമയുടെ മാത്രമൊന്നുമല്ലല്ലോ, വേറെ പദ്ധതികളുണ്ടല്ലോ. കടലാമ- ആയുർവേദം ഏറ്റവും കൂടുതൽ സജീവമായിട്ടുള്ള സംസ്ഥാനം ഏതാണ്? ആയുർവേദത്തിന് 3 ആയുർവേദത്തെ കുറിച്ച് എന്ത് പറഞ്ഞു സാർ? ജനറലായിട്ട് പറഞ്ഞിട്ടേ ഉള്ളൂ. കേരളത്തിൽ പറഞ്ഞിട്ടേ ഉള്ളൂ. 3 എയിംസ് അനുവദിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആയുർവേദത്തിന്റെ എയിംസ് കേരളത്തിൽ എന്ന് പറയാൻ എന്താ? ഏതാ ആയുർവേദ എയിംസ് കേരളത്തിൽ എന്ന് പറയാൻ എന്താ? കേരളത്തിൽ പറഞ്ഞിട്ടില്ല, ആർക്കും പറഞ്ഞിട്ടില്ല. അപ്പൊ അത് പറഞ്ഞിട്ടില്ല. 5 യൂണിവേഴ്സിറ്റി പറഞ്ഞു, 5 യൂണിവേഴ്സിറ്റി പറഞ്ഞു. ആർക്കെങ്കിലും പറഞ്ഞോ? ബഡ്ജറ്റ് പ്രഖ്യാപിക്കില്ല. 15,000 സ്കൂളുകൾക്ക് കമ്പ്യൂട്ടർ ലാബ് പറഞ്ഞു. ആർക്കെങ്കിലും പറഞ്ഞോ? 500 കോളേജുകൾ പറഞ്ഞിട്ടില്ല. പലതും പറയാതെ ഉണ്ട്. കേരള എയിംസ് പലപ്പോഴായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. റെയിൽ കോറിഡോർ ബഡ്ജറ്റ് പറയണ്ട. അടുത്ത കലങ്കിന്റെ പുറത്ത്, അടുത്ത ഏത് കലങ്കിന്റെ പുറത്ത് വെച്ചാ പറയുന്നത്? ബഡ്ജറ്റ് പറയണ്ട. അല്ല സാർ, ബഡ്ജറ്റ് പറയണ്ട. ഏത് കലങ്കിന്റെ പുറത്ത് വെച്ചാ പറഞ്ഞു? ഞാൻ ഒരു കാര്യം മാത്രം സൂചിപ്പിക്കുകയാണ്. ഈ കടലാമ സംരക്ഷണം എന്ന് പറയുന്ന പദ്ധതി ഈ ബഡ്ജറ്റിൽ എന്തോ പുതിയതായിട്ട് കൊണ്ടുവന്ന കാര്യമൊന്നുമല്ല. അത് കുറെ കാലമായിട്ട് ഇവിടെ ഉണ്ട്. എന്തുകൊണ്ടാണ് ഈ കടലാമ സംരക്ഷണം കൊണ്ടുവന്നതെന്നറിയാം? അമേരിക്ക പറഞ്ഞു നിങ്ങളുടെ ഫിഷിംഗ് ബോട്ടിൽ ഉപയോഗിക്കുന്ന നെറ്റുകൾ കടലാമയെ കൊല്ലുന്നു, അതുകൊണ്ട് നിങ്ങൾ ആ തരത്തിലുള്ള നെറ്റുകൾ ഉപയോഗിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയാലാണ് ഞങ്ങളുടെ മറൈൻ മാർക്കറ്റ് തുറന്നു വരുള്ളൂ എന്ന് 10 വർഷം മുമ്പ് അമേരിക്ക പറഞ്ഞു. അന്നുപോലെ മൻമോഹൻ സിംഗിന്റെ ഭരണകാലം മുതൽ തന്നെ ആ നെറ്റുകൾ ഒഴിവാക്കണം, ആ പദ്ധതികൾ ഇവിടെ ഉണ്ട്. അത് പുതിയതായിട്ട് പ്രഖ്യാപിച്ച കാര്യമൊന്നും കൗതുകം നോക്കൂ. അതായത് കടലാമ സംരക്ഷണം പോലെ കടലാമയോടുള്ള സ്നേഹം പോലെ കേരളത്തിലെ ജനങ്ങളോടില്ല. കുറിച്ച് പറഞ്ഞപ്പോൾ വാദം ഉന്നയിക്കുകയാണെങ്കിൽ നമുക്ക് അത് പലതും പറയാം. എയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഓരോ സെക്കൻഡിൽ മാറുന്ന ലോകമാണ് AI ലോകം. അവിടെ സ്കൂളുകളിൽ AI ലാബ് ഉണ്ടാക്കിയത് കൊണ്ട് നമുക്ക് ഇതിനോട് ഫൈറ്റ് ചെയ്യാൻ പറ്റുമോ? നമുക്ക് അവിടെ ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റുമോ? AI സംബന്ധിച്ച് നമ്മളുടെ ബജറ്റിനും നമ്മുടെ എല്ലാ പ്രോജക്റ്റും ഉൾപ്പെടെ അതിനകത്ത് ഏറ്റവും പ്രധാനത്തിലേക്ക് വരേണ്ടതാണ്. ഈ ബജറ്റിനകത്ത് അതിനെ സംബന്ധിച്ച് എന്തുണ്ട്? ഓക്കെ, ഞാൻ വരാം. വരാം. മറുപടി പറയാമോ? പെട്ടെന്ന് മറുപടി പറയാമോ? അതായത് ഇപ്പം AI ഫോർ ഭാരത് എന്ന് പറയുന്നത് ഒരു പദ്ധതിയുണ്ട് കേന്ദ്ര സർക്കാർ. എന്താ പദ്ധതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഗൂഗിളിന് സമാനമായിട്ട് ഗൂഗിളിലാണ് ഇപ്പോൾ ട്രാൻസ്ലേഷൻ ഒക്കെ നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ ഇപ്പം എല്ലാ മേഖലയിലുള്ളവരും, അക്കാദമിക രംഗത്തുള്ളവരും അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തന രംഗത്തൊക്കെ ഉള്ളവർ ഉപയോഗിക്കുന്നതാണ്. ഇതിന് സമാന്തരമായിട്ടൊരു പദ്ധതി IIT മദ്രാസ് കേന്ദ്രീകരിച്ച് നടത്തുന്നുണ്ട്. ഇത് ഗൂഗിൾ എന്നുള്ള ആഗോള കോർപ്പറേറ്റുകൾക്കെതിരെ നമ്മൾ പറയേണ്ട, ഭാരതത്തിന് സ്വതന്ത്രമായ ഒരു സംവിധാനം ഉണ്ടാക്കുന്നതിനുള്ളൊരു പദ്ധതിയാണ്. അത്തരത്തിലുള്ള പല പദ്ധതികളും AI രംഗത്ത്, ഞാൻ ഉദാഹരണം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അതിന്റെ ഭാഗമായിട്ട് അത് സ്കൂളുകളിൽ തൊട്ട് ആ ആശയം ഞാൻ ചോദിക്കുന്നത് AI ഏറ്റവും ബേസ് എന്ന് പറയുന്നത് ഡാറ്റയാണ്. നമ്മുടെ പ്രൊഡക്ഷൻ ഡാറ്റയോ നമ്മുടെ കൺസംഷൻ ഡാറ്റയോ നമുക്ക് കിട്ടാനായിട്ട് ഇന്ത്യയിൽ ഇന്ന് ഈ ഗവൺമെന്റ് നേതൃത്വത്തിൽ എന്ത് പ്രവർത്തനം നടക്കുന്നത് ആണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ കേന്ദ്ര സർക്കാരിന്റെ വെബ്സൈറ്റ് എടുക്കാം, നമ്മൾ വെബ്സൈറ്റുകൾ എടുക്കാം. നിമിഷം ഞാനൊന്ന് ബോൺസണിലേക്ക് കൂടി പോയിട്ട് വരാം. ബോൺസൺ, ഞാൻ പരിചയപ്പെടുത്തിയ CEO യുണീക് വേൾഡ് റോബോട്ടിക് ആണ് ബോൺസൺ ജോ തോമസ്. ബെൻസൺ, റൈറ്റ്. ഓക്കെ ബെൻസൺ, ഫസ്റ്റ് ഓഫ് ഓൾ സാർ, നമ്മൾ ഈ AI ലാബ് അല്ല അനൗൺസ് ചെയ്തേക്കുന്നത്, ക്രിയേറ്റീവ് ലാബ്സ് ആണ്. ഓറഞ്ച് എക്കണോമിയുടെ ഭാഗമായിട്ട് അതന്നെ നോളജ് എക്കോണമി, ക്രിയേറ്റീവ് എക്കോണമിയുടെ ഭാഗമായിട്ടാണ് ഒന്നാമത്തെ കാര്യം. 2, നമ്മൾ കഴിഞ്ഞ വർഷം കേന്ദ്ര സർക്കാർ AI മിഷന് വേണ്ടി 2000 കോടി അലോക്കേറ്റ് ചെയ്തത് ഈ വർഷം ആയപ്പോൾ 1000 കോടിയായി. ഏറ്റവും രസം, കഴിഞ്ഞ വർഷം ചൈന അലോക്കേറ്റ് ചെയ്തത് എത്രയെന്നറിയാമോ? 5 ലക്ഷം കോടി രൂപ. ജപ്പാൻ അലോക്കേറ്റ് ചെയ്തത് 1 ലക്ഷം കോടി രൂപ. നമ്മൾ ഈ ലാബ് വേണ്ടെന്നല്ല, വേണം. തീർച്ചയായിട്ടും നമ്മൾ സ്കില്ലിംഗ് താഴെത്തട്ട് തന്നെ വളർത്തിക്കൊണ്ടുവരണം. പാരലായിട്ട് കോളേജ് ലെവലിൽ വരണം, പ്രൊഫഷണൽ ലെവലിൽ വരണം, അതൊക്കെ വേണം. അത് പാരലിൽ നടക്കുമ്പം നമ്മൾ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടി നമ്മൾ എത്ര ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത് വളരെ സീരിയസ് വിഷയമാണ്. വളരെ ചെറിയ എമൗണ്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളത് മാത്രമല്ല, നമ്മളുടെ ഫോക്കസ് അതിൽ നിന്ന് ഇതിൻ്റെ നെക്സ്റ്റ് ലെവലിലേക്ക് പോയിട്ടില്ല. ടാക്സിൻ്റെ കാര്യം പറഞ്ഞ സമയത്ത് നമ്മൾ ഒത്തിരി എക്സ്പെക്ട് ചെയ്തിരുന്നു ഈ AIക്ക് ഹാർഡ്വെയർ ഒത്തിരി വേണം. ഈ ഹാർഡ്വെയറിൻ്റെ നമ്മൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുമ്പം അതിൻ്റെ ടാക്സ് എക്സെപ്ഷൻ പ്രതീക്ഷിച്ചിരുന്നു. GPS ആ കാര്യം മിണ്ടിയിട്ടേ ഇല്ല. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കളക്റ്റീവായിട്ട് വരുമ്പോൾ മാത്രമാണ് നമ്മുടെ നാട്ടിൽ ഇതിനൊരു ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നത്. ഇതിനകത്ത് ഞാൻ ആകെ കണ്ടൊരു നല്ലൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ 5 യൂണിവേഴ്സിറ്റീസ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. അത് ഇൻഡസ്ട്രിയോട് ചേർന്നിട്ടാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ നെതർലൻഡ്സിലെ എന്തോവ എന്ന സ്ഥലമുണ്ട്. അവിടെ ലോകത്തിലെ ഏറ്റവും വലിയ ചിപ്പ് മാനുഫാക്ചറിംഗ് കമ്പനിയായ ASML ഈ TU എന്തോവാന് ചുറ്റുമാണ്. അതുകൊണ്ട് തന്നെ ആ രാജ്യത്തിന് ഏറ്റവും വലിയ ഫണ്ട് കൊടുക്കുന്ന ഒരു സംവിധാനമായി ആ ഒരു എക്കോസിസ്റ്റം മാറി. അത് വരികയാണെങ്കിൽ, ഇത് രാഷ്ട്രീയപരമായിട്ടൊന്നുമല്ല പറയുന്നത്, നമ്മൾ വെറുതെ രാഷ്ട്രീയ ബുദ്ധിയോട് കാണാതെ ഇതിനെ വളരെ പ്രോഗ്രസീവായിട്ട് കാണുകയാണെങ്കിൽ കുറേ കാര്യങ്ങൾ കൊണ്ടുവരാൻ പറ്റും. പക്ഷേ ഇതൊക്കെ പേരിൽ വന്ന് നിൽക്കുകയാണ്. നമ്മൾ ലാബ് വരുന്നു, സ്കൂളിൽ കൊടുക്കുന്നു, ഭയങ്കര സന്തോഷമാണ്. 15,000 ഭയങ്കര സന്തോഷമാണ്. 1.4 മില്യൺ സ്കൂൾസ് ഉള്ള ഒരു രാജ്യത്തെ പറ്റിയാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനു മുമ്പ് ഒരു ATL ലാബ് വന്നു, 20,000-ലധികം സ്കൂളുകളിൽ വന്നു. ഓരോ സ്കൂളുകളിലും 20 ലക്ഷം രൂപ ഫണ്ട് അലോക്കേറ്റ് ചെയ്തു. പക്ഷേ പഠിപ്പിക്കാനായിട്ട് എക്സിസ്റ്റിംഗ് സ്കൂളിലെ ഇതിനായിട്ട് ഒരു ബന്ധമില്ലാത്ത അധ്യാപകരെ ഇരിക്കുന്നത്. എന്ത് എഫക്റ്റീവ്നെസ്സാണ് ഉള്ളത്?
ഇത് ഒരു സിനിമയുണ്ട് അമർ അക്ബർ അന്തോണി, അതിനകത്താണെങ്കിൽ ഇന്ദ്രജിത്ത് പറഞ്ഞ ഡയലോഗുണ്ട്, കൊതിപ്പിച്ച് കടന്നു കളയുക. ഈ കർത്തവ്യ 2 വന്നപ്പം ത്രൂ ഔട്ട് AI എഫിഷ്യൻസി, റിസർച്ച്, അപ്പം കൊതിപ്പിച്ചു. സത്യം ഞാൻ കേട്ടോണ്ടിരിക്കോ രക്ഷപ്പെട്ടു, ഞാൻ എൻ്റെ കമ്പനിയൊക്കെ രക്ഷപ്പെട്ടല്ലോ, അല്ലെങ്കിൽ ഇതുപോലുള്ള ഓർഗനൈസേഷനൊക്കെ നല്ലതാണല്ലോ എന്ന് കരുതി. പക്ഷെ അത് കഴിഞ്ഞിട്ട് അതിനൊരു സോൾഡായിട്ടൊരു കാര്യം അതിലേക്ക് വരുന്നില്ല. അത് ഇനിയെങ്കിലും വരാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തിന് ഒത്തിരി പൊട്ടൻഷ്യലുണ്ട്. അത്ര നല്ല യൂത്ത്സും അത്ര നല്ല ക്രിയേറ്റീവായിട്ടുള്ള ആൾക്കാരുള്ളൊരു സ്ഥലമാണ്. അതിനെ യൂട്ടിലൈസ് ചെയ്യാൻ ഈ ബജറ്റ് അതിന് പര്യാപ്തമല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എത്ര മാർക്ക് കൊടുക്കും ഫ്രം എ പെർസ്പെക്റ്റീവ്? ഞാൻ കേരള കോണ്ടെക്സ്റ്റ് മാത്രം നോക്കിയിട്ടില്ല, അങ്ങനെയാണെങ്കിൽ മാർക്ക് ഒത്തിരി കുറയും. എന്നാൽ ജനറലി സ്പീക്കിംഗ് ഐ ജനറലി ഗീവ് ഒരു 5.5 to 6 വരെ പോകും. ജനറലി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴത്തേക്ക് കേരള പെർസ്പെക്റ്റീവിൽ പോകുകയാണെങ്കിൽ ഞാനൊരു 3 മാർക്കിൽ മാക്സിമം അതിന് മേളിലേക്ക് കൊടുക്കാൻ പറ്റില്ല എനിക്ക്.